നാവികസേനയുടെ പ്രതിരോധ ശേഷിയിൽ നിർണായകമായ ഒരു മുന്നേറ്റത്തിന് ചുവടുവയ്ക്കുകയാണ് രാജ്യം. മൂന്നാമത്തെ ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ INS അരിധമാന്റെ കമ്മീഷനിംഗ്. നിലവിൽ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് INS അരിധമാൻ. ഇത് ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി അറിയിച്ചു. INS അരിധമാന്റെ വരവ് ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷിക്ക് വലിയ ശക്തിയും ഊർജ്ജവും പകരുന്നതാണ്. വിശാഖപട്ടണത്തെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിലേക്ക് രണ്ടാമത്തെ SSBN ആയ INS അരിഘട്ട് ഔപചാരികമായി കമ്മീഷൻ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് INS അരിധമാന്റെയും വരവ്. INS അരിധമാനും സേവനത്തിൽ ചേരുന്നതോടെ ഇന്ത്യക്ക് ആദ്യമായി കടലിൽ 3 പ്രവർത്തനക്ഷമമായ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഉണ്ടാകും. ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിൽ നിർണായക പ്രാധാന്യമാകുന്ന അന്തർവാഹിനിയാണ് അരിധമാൻ. ദീർഘദൂരത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതും ദീർഘനാൾ സമുദ്രത്തിനടിയിൽ കഴിയാൻ സാധിക്കുന്നതുമാണ് ആണവ അന്തർവാഹിനികൾ. ഇവയ്ക്ക് ശബ്ദം കുറവാണതിനാൽ കണ്ടെത്താനും പ്രയാസമാണ്. മാത്രമല്ല, ദീർഘദൂര മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യ വികസിപ്പിച്ച അരിധമാൻ എന്ന അന്തർവാഹിനി. INS അരിഹന്ത്, INS അരിഘാത് എന്നിവയാണ് ഇതിനു മുൻപ് സേനയുടെ ഭാഗമായ ആണവ അന്തർവാഹിനികൾ. ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള K-15 സാഗരിക, K-4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയാണ് അരിധമാനിലെ പ്രധാന ആയുധങ്ങൾ. ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും തകർക്കാൻ 533mm ടോർപിഡോകളും അരിധമാനിലുണ്ടാകും. 700 കിലോമീറ്ററാണ് K-15 സാഗരിക മിസൈലിന്റെ പ്രഹരശേഷി. K-4ന് 3500 കിലോമീറ്റർ ആക്രമണ പരിധിയുണ്ട്. മുൻഗാമികളായ അരിഹന്ത്, അരിഘാത് എന്നിവയെ അപേക്ഷിച്ച് കൂടുതൽ മിസൈലുകൾ വഹിക്കാൻ അരിധമാന് കഴിയും. 24 സാഗരിക മിസൈലുകൾ, 8 K-4 മിസൈലുകൾ എന്നിവയാകും അരിധമാനിലുണ്ടാവുക. മിസൈലുകൾ വിക്ഷേപിക്കാൻ 8 വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. എന്നാൽ മുൻഗാമികളിൽ 4 എണ്ണം മാത്രമാണുള്ളത്. 7000 ടണ്ണാണ് അന്തർവാഹിനിയുടെ ഭാരം. മണിക്കൂറിൽ 28 കിലോമീറ്ററാണ് സമുദ്രോപരിതലത്തിലൂടെയുള്ള സഞ്ചരിക്കുമ്പോഴുള്ള പരമാവധി വേഗം.